നമസ്കാരം. ആസ്ട്രോ മീഡിയയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഇന്നത്തെ അധ്യായത്തിൻ്റെ വിഷയം എല്ലാവർക്കും മനസ്സിലായി കാണും. ഈ വർഷത്തെ ചന്ദ്രഗ്രഹണത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് മലയാള വർഷം 1201 ചിങ്ങമാസം 22-ാം തീയതി, ഇംഗ്ലീഷ് വർഷം 2025 സെപ്റ്റംബർ മാസം 7-ാം തീയതി ഞായറാഴ്ച ദിവസമാണെന്ന് പൂരോരുട്ടാതി നക്ഷത്ര കുംഭക്കൂറിൽ രാഹുഗ്രസ്ത ചന്ദ്രഗ്രഹണം സംഭവിക്കുകയാണ്. അതായത് രാത്രി 9:52 തുടങ്ങിക്കഴിഞ്ഞാൽ മോക്ഷം വരുന്നത് രാത്രി 1:22. ഏറെക്കുറെ ഇങ്ങോട്ട് സമ്പൂർണ്ണമായിട്ടുള്ള ഗ്രഹണം തന്നെയാണത്. കുറച്ച് നേരമുണ്ട്. 9-10 മണിക്ക് നിമീലനം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അതിൻ്റെ മധ്യം രാത്രി 11:37 ഉന്മീലനം 12:20 മോക്ഷം 1:22. അപ്പോൾ അത്യാവശ്യം സമയം ഗ്രഹണമുണ്ട്. ഈ ഗ്രഹണം ഇങ്ങനെ വാനനിരീക്ഷണം നടത്തുന്ന ആൾക്കാർക്കൊക്കെ വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇതെല്ലാം കാണാനും ഇതിനെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കാനും സാധിക്കുമല്ലോ. അപ്പോൾ ഈ ഗ്രഹണം രാഹുഗ്രസ്തം കേതുഗ്രസ്തം, രാഹുകേതുക്കൾ ഗ്രസിക്കുമ്പോഴാണ് അത്രേ സൂര്യചന്ദ്രന്മാർക്ക് ഗ്രഹണം ഉണ്ടാവുന്നത്. അതിന് ഒരു കാരണമുണ്ട്. സൂര്യൻ്റെ സഞ്ചാരപഥവും ചന്ദ്രൻ്റെ സഞ്ചാരപഥവും തമ്മിൽ 5 ഡിഗ്രി 1 മിനിറ്റ് ചെരിഞ്ഞിട്ടായിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ സൂര്യചന്ദ്രന്മാർക്ക് ഒരു സാങ്കല്പിക പാതയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടല്ലോ, ആ സഞ്ചാരപഥങ്ങൾ തമ്മിലാണ് ഇത്രയും വ്യത്യാസം. 5 ഡിഗ്രി 1 മിനിറ്റോളം ചെരിവുണ്ട്. ഈ സഞ്ചാരപഥങ്ങൾ 2 സ്ഥലത്ത് ഖണ്ഡിക്കും. അതായത് ഈ ക്രാന്തി വൃത്തം എന്ന് പറയുന്ന ഈ 2 വൃത്തങ്ങൾ രണ്ട് വൃത്തങ്ങൾ തമ്മിൽ ഇങ്ങനെ 5 ഡിഗ്രി 1 മിനിറ്റ് വരച്ച് കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും, കൃത്യമായിട്ട് കിട്ടും. ഒരു ബോർഡിൽ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ചന്ദ്രൻ ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്ന് ഉത്തരാർദ്ധഗോളത്തിലേക്ക് കടക്കുന്ന സമയത്ത് ക്രാന്തി വൃത്തത്തെ ഖണ്ഡിക്കുന്ന ബിന്ദുവിനാണ് നമ്മൾ എന്ത് പറയുക? രാഹു എന്നുള്ള പേര് പറയുക. ചന്ദ്രൻ ഉത്തരാർദ്ധഗോളത്തിൽ നിന്ന് ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് കടക്കുമ്പോൾ രാശിചക്രത്തെ ഖണ്ഡിക്കുന്ന ബിന്ദുവിന് നമ്മൾ എന്ത് പേര് പറയും? കേതു എന്നുള്ള പേര് പറയും. അപ്പോൾ ഈ സൂര്യചന്ദ്രന്മാർ രാഹുകേതുക്കൾ അടുത്ത് വരുമ്പോൾ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്? ഗ്രഹണം സംഭവിക്കുന്നത്. അപ്പോൾ ഈ 2 നോഡുകളാണ്, രാഹു എന്ന് വിളിക്കുന്ന കേതു എന്ന് വിളിക്കുന്ന 2 നോഡുകളാണ് ഗ്രഹത്തിന് കാരണം എന്ന് വരും. പിന്നെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ, സൂര്യഗ്രഹണം എങ്ങനെ ഉണ്ടാവുക, ചന്ദ്രഗ്രഹണം എങ്ങനെ ഉണ്ടാവുക. അപ്പോൾ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഇടയിൽ ഭൂമി വരണം. അപ്പോൾ എന്തുണ്ടാവും? ചന്ദ്രഗ്രഹണം സംഭവിക്കും അല്ലേ. അപ്പോൾ ഈ സൂര്യചന്ദ്രന്മാർ രാഹുവിനോടോ കേതുവിനോടോ അടുത്തും വരണം. അല്ലാച്ച എല്ലാ വാവിനും, കറുത്ത വാവിനും വെളുത്ത വാവിനും ഒക്കെ എന്തുണ്ടാവും? സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണമൊക്കെ ഉണ്ടാവില്ലേ? അതുണ്ടാവാൻ അത് എങ്ങനെ വരണം? ഈ രാഹുകേതുക്കൾ എന്ന് പറയുന്ന ഈ 2 നോഡുകളോട് അടുത്ത് വരും വേണം. അപ്പോഴാണ് എന്ത് വരുന്നത്? ഗ്രഹണം സംഭവിക്കുന്നത്. എല്ലാ ഭാവനും അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഗ്രഹണം ഉണ്ടാവാത്തത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഈ ഗണിത ഗണിതം ജാതകമൊക്കെ ഗണിക്കുന്ന സമയത്ത്, പഞ്ചാംഗമൊക്കെ ഗണിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഗ്രഹണമൊക്കെ ഗണിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അത് പഠനം ധാരാളം വേണ്ട ആവശ്യമുള്ളൊരു സാധനമാണ്. ഇങ്ങനെ പറഞ്ഞാൽ അത് ശരിയാവില്ല. നമുക്ക് എല്ലാവരും കാത്തിരിക്കുന്നത് ഈ ഗ്രഹണത്തിൻ്റെ ഫലം എന്താണെന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഞാൻ ആദ്യമേ പറയട്ടെ, 7 മാസത്തെ ഫലം മാത്രമേ ഉള്ളൂ ഈ ഗ്രഹണത്തിന് കിട്ടുമോ. അടുത്ത ഗ്രഹണം വരുന്നത് 3/3/2026. അപ്പോൾ മാർച്ച് മാസം 3-ാം തീയതി 2026 മാർച്ച് മാസം 3-ാം തീയതി ചൊവ്വാഴ്ച പൂരം നക്ഷത്രത്തിൽ ഒരു കേതുഗ്രസ്ത ചന്ദ്രഗ്രഹണം കൂടി വരുന്നുണ്ട്. അത് പകലാണ്, നമുക്കത് ദൃശ്യമല്ല. എന്നിരുന്നാലും അടുത്ത ഗ്രഹണം വരയ്ക്ക് ഇതിൻ്റെ ഫലമുള്ളൂ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ഇത് വരണത് പൂരോരുട്ടാതി നക്ഷത്രത്തിലാണ്. അപ്പോൾ പുണർദം വിശാഖം പൂരോരുട്ടാതി നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടി വരും. അതിൻ്റെ വഴിപാടും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ എന്തായാലും ശ്രദ്ധയോട് കൂടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി കേൾക്കാം. നമുക്ക് മേടക്കൂർ മുതൽ നോക്കാം. ഗ്രഹണം വന്നാലത്തെ ഫലം മേടക്കൂർ മുതൽ നമുക്ക് നോക്കാം. മേടക്കൂർ എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക അവർക്ക് 11-ലാണ് ഗ്രഹണം വരുന്നത്. അവനവൻ്റെ ജന്മക്കൂറിൽ നിന്നും 11-ാമത്തെ കൂറിലാണ് ഗ്രഹണം വരുന്നത് എന്നുള്ളത് കൊണ്ട് ദോഷമൊന്നുമില്ല. ധനലാഭം, ഉദ്ദിഷ്ടകാര്യസിദ്ധി ഉണ്ടാവും. സർവകാര്യ വിജയങ്ങളും സൽകീർത്തിയൊക്കെയാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ഈ ഗ്രഹണത്തിൻ്റേതായ ഫലം
മറ്റ് ദോഷങ്ങളൊക്കെ ഉണ്ടാവാം. ഇതിൻ്റെ കൂടെ ശരിപ്പഴിയും വ്യാഴമ്പഴിയും രാഹുകേതു മാറ്റമൊന്നും ഉൾപ്പെടുത്തരുത് കേട്ടോ. അത് ഗ്രഹണത്തിൻ്റെ ഫലമാണ്. അപ്പോൾ അവർക്ക് ഗ്രഹണം കൊണ്ട് ദോഷമില്ല, മേൽപ്പറഞ്ഞ നല്ല ഫലങ്ങൾ ഉണ്ടാവും ചെയ്യും കേട്ടോ. ഇടവക്കൂറ് എന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, രോഹിണി നക്ഷത്രം, മകീരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പകുതി, ആദ്യത്തെ 2 പാദങ്ങളാണ്. അവർക്ക് 10ലാണ് ഗ്രഹണം വരുന്നത്. അവർക്ക് 10ൽ ഗ്രഹണം വന്നാൽ സുഖം ഉണ്ടാവും, കാര്യവിജയം ഉണ്ടാവും, ജീവിതസുഖം, കാര്യവിജയം, കർമാനുകൂല്യം മുതലായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ 10ൽ ഗ്രഹണം വന്നാൽ ദോഷമില്ല എന്നുള്ളത് അതൊന്ന് മനസ്സിലാക്കിക്കൊള്ളാം. ഇനി നമുക്ക് മിഥുനക്കൂറിൻ്റെ കാര്യം നോക്കാം. മകീരത്തിൻ്റെ അവസാനത്തെ 2 പാദങ്ങൾ, തിരുവാതിര നക്ഷത്രം, പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദം. അവർക്ക് മിഥുനക്കൂറുകാർക്ക് 9ലാണ് ഗ്രഹണം വരുന്നത്. ചന്ദ്രഗ്രഹണം വരുന്നത് 9ലാണ്. മാനഹാനി, പിതാവിന് രോഗം, ഭാഗ്യക്കുറവ്, മനോദുഃഖം പോലെയുള്ള കാര്യങ്ങളും അവനവൻ്റെ ധർമാനുസൃതമായുള്ള കാര്യങ്ങൾക്ക് മുടക്കങ്ങളും 9ൽ ഗ്രഹണം സംഭവിക്കുന്നത് കൊണ്ട് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ദോഷം അധികം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കോളൂ. അതിൽ ഈ പുണർദം നക്ഷത്രം വരുന്ന അനുജന്മ നക്ഷത്രം കൂടിയിട്ടാണ് പുണർദം, വിശാഖം, പുരുർച്ചാതി. അപ്പോൾ അതിൽ പുണർദം വരുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത പുണർദം കർക്കിടകക്കുറുകാർക്കും ഈ പുണർദ നക്ഷത്രക്കാർക്കും ഒരു ഇത്തിരി അധികം ദോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ പുണർദ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയം, ആയില്യം, ഇതാണ് ഇപ്പോൾ കർക്കിടകക്കൂറിൽ വരിക. അവർക്ക് ജന്മക്കൂറിൻ്റെ 8ാമത്തെ കൂറിലാണ് ഗ്രഹണം വരുന്നത്. മൃത്യുഭയാദി അരിഷ്ടതകളും രോഗഭയങ്ങളും ക്ഷയരോഗം, TB ഉള്ള ആൾക്കാരൊന്ന് സൂക്ഷിക്കണം. അവർക്ക് കുറച്ചത് വർദ്ധിക്കാനുള്ളതായൊരു സാധ്യത കാണുന്നുണ്ട്. വേണ്ട ചികിത്സകളൊക്കെ ഉറപ്പ് വരുത്തുക കേട്ടോ. അതൊക്കെ അധികമാവുക. സർവ്വ ദുരിതങ്ങളും, ഒരു ദുരിതം വിട്ടുമാറാത്തൊരവസ്ഥ ഈ 6-7 മാസക്കാലം അവരെ സംബന്ധിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ചിങ്ങക്കൂറിലേക്ക് പോയി കഴിഞ്ഞാൽ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. അവർക്ക് ജന്മക്കൂറിൻ്റെ 7ലാണ് ഗ്രഹണം വരുന്നത്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അകാരണമായിട്ടുള്ള കലഹങ്ങൾ, നമ്മൾ പറയില്ലേ സൗന്ദര്യപ്പിണക്കം, അതിപ്പോൾ സൗന്ദര്യപ്പിണക്കം പോരാ, കുറച്ചുകൂടി അധികം ആവണം എന്നുള്ളത്. അപ്പോൾ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കലഹിക്കുക, ഭാര്യാഭർത്തൃനാശങ്ങൾ സംഭവിക്കുക, യാത്രയ്ക്ക് മുടക്കം, നമ്മൾ ഉദ്ദേശിച്ച യാത്രകളുണ്ട് വെച്ചാൽ അതിനൊക്കെ മുടക്കം സംഭവിക്കുക, വിവാഹം പോലെയുള്ള നിശ്ചയിച്ചുറപ്പിച്ച മംഗളകർമ്മങ്ങൾക്ക് ലേശം ബുദ്ധിമുട്ടുകളും കാലതാമസങ്ങളും മുടക്കങ്ങളും നേരിടുക, അതൊക്കെ ഒരു ഫലമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചിങ്ങക്കൂറുകാർ വളരെയധികം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇതിലിപ്പോൾ കുറച്ച് ആൾക്കാർക്കൊക്കെ തന്നെയാണ് ഗുണം കാണാനുള്ളൂ, ബാക്കിയൊക്കെ ദോഷങ്ങൾ അധികം ഉണ്ട്. പിന്നെ ഉത്രത്തിൻ്റെ അവസാനത്തെ 3 പാദങ്ങൾ, അത്തം നക്ഷത്രം, ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി, ആദ്യത്തെ 30 നാഴിക അടങ്ങുന്ന കന്നിക്കൂറുകാർക്ക് 6ലാണ് ഗ്രഹണം വരുന്നത്. ജന്മക്കൂറിൻ്റെ 6ലാണ് ഗ്രഹണം വരുന്നത്. അവർക്ക് സൗഖ്യമുണ്ട്, എല്ലാവിധ സുഖങ്ങളുണ്ടാവും, ശത്രുക്കളൊക്കെ നശിക്കുക, ശത്രുക്കളൊക്കെ നടങ്ങി നിൽക്കുന്ന ഒരു സമയം, രോഗമുക്തി വരിക. ദീർഘകാലമായിട്ട് രോഗം ചികിത്സിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് ഗുണം ചെയ്യും. കാരണം ദേഹമനോമാതൃകാരകനാണ് ചന്ദ്രൻ, ദേഹത്തിൻ്റെയും മനസ്സിൻ്റെയും കാരകത്വം ചന്ദ്രനുണ്ട്. അപ്പോൾ 6ൽ ഗ്രഹണം വന്നാൽ രോഗാദി ദുരിതങ്ങളിൽ നിന്നുള്ള ഒരു മുക്തി ഉണ്ടാവും, സമാധാനം ഉണ്ടാവും എന്നുള്ളത് കാണിക്കണം. ഇനി നമുക്ക് തുലാക്കൂറിലേക്ക് വന്നാൽ ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക ചോതി നക്ഷത്രം, വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 നാഴിക, ആദ്യത്തെ 45 നാഴിക അടങ്ങുന്ന തുലാക്കൂറുകാർക്ക് 5ലാണ് ഗ്രഹണം വരുന്നത്. മനോദുഃഖങ്ങളും സന്താന ദുരിതങ്ങളും ബുദ്ധിശൂന്യതയും, ബുദ്ധിശൂന്യത എന്ന് പറയുമ്പോൾ ബുദ്ധിക്ക് വേണ്ടത്രയ്ക്ക് അങ്ങോട്ട് ഒരു സൗകുമാര്യം കിട്ടാണ്ടിരിക്കുക, വേണ്ടാത്ത പണി ചെയ്യുക, അതുതന്നെയാണ് ബുദ്ധിശൂന്യത. ഓർമ്മക്കുറവ് ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓർമ്മക്കുറവ് കൊണ്ട് ധനനഷ്ടങ്ങൾ, വിലപിടിപ്പുള്ള രേഖകൾ നഷ്ടപ്പെട്ടു പോവുക. അപ്പോൾ അതൊക്കെ സേഫാക്കി വെക്കാനാണ് ഇതൊക്കെ നേരത്തെ നിങ്ങളോട് പറയണത്. അപ്പോൾ എന്തായാലും തുലാക്കൂറുകാരും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വൃശ്ചികക്കൂറിലേക്ക് വരാം. വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനിഴം, തൃക്കേട്ട. അവർക്ക് ജന്മക്കൂറിൻ്റെ 4ൽ ഗ്രഹണം സംഭവിക്കുന്നത് കൊണ്ട് ദേഹപീഠകൾ വളരെയധികം കൂടിയിരിക്കും. മാതാവിന് രോഗം ഉണ്ടാവുക, അമ്മയ്ക്ക് രോഗം ഉണ്ടാവുക, വാഹനം കൊണ്ടുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളും ആപത്തുകളും. വലിയ വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ മുകളിൽ കുറേ കാശ് ചിലവാക്കാനുള്ളൊരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം വാഹനം ഓടിക്കുക കേട്ടോ. വാഹനാപത്ത് കാണുന്നുണ്ട്. നാൽക്കാലികളിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവം, കടിക്കുക, കുത്തുക, ഇതൊക്കെ ചെയ്യില്ലേ,
ഇപ്പോൾ എന്ന് വെച്ചാൽ ശുനകശല്യം വളരെ കൂടുതലുള്ള ഒരു കാലമാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചേക്കണം. വൃശ്ചികക്കൂറുകാർ വളരെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ. നാൽക്കാലികളിൽ നിന്നുള്ള ആപത്തുകൾക്കുള്ള സാധ്യതകളും ഉപദ്രവങ്ങൾക്കുള്ള സാധ്യതകളും ധാരാളമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇനി ധനുക്കൂറിലേക്ക് വരാം. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. അവർക്ക് 3ലാണ് ഗ്രഹണം വരുന്നത്. ഐശ്വര്യം ഉണ്ടാവും, ധൈര്യവർദ്ധന ഉണ്ടാവും. ധൈര്യമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടേ. അപ്പോൾ ധൈര്യപൂർവ്വം ചെയ്തോളൂ, ധൈര്യം വർദ്ധിക്കുക, സഹോദര ഗുണം ഉണ്ടാവുക, നല്ല വാർത്തകളൊക്കെ കേൾക്കുക. അപ്പോൾ ധനുക്കൂറുകാർക്ക് കുറേ കാലങ്ങളായിട്ട് കുറച്ചൊക്കെ അരിഷ്ടതയൊക്കെ ഉണ്ടായിരുന്ന സമയം കുറച്ചൊക്കെ ഇങ്ങനെ മെച്ചപ്പെട്ട് വരുന്നുണ്ട്. മറ്റു പല കാര്യങ്ങളെ കൊണ്ടും കണ്ടകശിനിയൊക്കെ ഉണ്ട്, അത് അവിടെ ഒതുങ്ങിയിരുന്നോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു കണ്ടകശിനി ഒന്നും ഒന്നിനും ബാധകമല്ല. അപ്പോൾ ധനുക്കൂറുകാർക്ക് 3ൽ ഗ്രഹണം വന്നാൽ നല്ല ഫലമാണ്, നല്ല വാർത്തകളൊക്കെ കേൾക്കാനുള്ളതായ യോഗം കാണുന്നുണ്ട്. ഇനി നമുക്ക് മകരക്കൂറിലേക്ക് വരാം. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക, ആദ്യത്തെ 2 പാദങ്ങളടങ്ങുന്ന മകരക്കൂറുകാർക്ക് 2ലാണ് ഗ്രഹണം വരുന്നത്. ജന്മക്കൂറിൻ്റെ 2ലാണ് വരുന്നത്. ധനനാശം, വാക്കിന് ദോഷം. നമ്മൾ പറയുന്ന വാക്ക് മറ്റുള്ളവർ തെറ്റിദ്ധരിച്ച് അതെന്തായിട്ട് മാറും? വലിയ ശത്രുതയും വലിയ ശണ്ടയായിട്ട് മാറും. ശത്രുക്കളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് കേട്ടോ. വലത്തെ കണ്ണിന് ദോഷം, വലത് കണ്ണിന് നാശം സംഭവിക്കുക, ദോഷം, കാഴ്ചയ്ക്ക് പ്രശ്നങ്ങൾ വരികയെന്നർത്ഥം. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് വലിയ തടസ്സങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ മകരക്കൂറായിട്ടുള്ള വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധിച്ചേക്കണം, നന്നായി പഠിക്കണം കേട്ടോ. അപ്പോൾ ആ തടസ്സമൊക്കെ മാറിക്കോളും. പിന്നെ ഇനി കുംഭക്കൂറിലേക്ക് വന്നാൽ അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദങ്ങൾ, അതായത് 30 നാഴിക, ചതയം നക്ഷത്രം, പൂരോട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ, 45 നാഴിക അടങ്ങുന്ന കുംഭക്കൂറുകാരാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ജന്മക്കൂറിലാണ് ഗ്രഹണം സംഭവിക്കുന്നത്. ധനനാശം, ദേഹപീഡ, കാര്യതടസ്സങ്ങൾ, സമാധാനക്കുറവ്, ധനനഷ്ടങ്ങൾ പോലെ എല്ലാ വണ്ടി വിലകളും വരുന്ന ഒരു സമയമാണ്. അത് ശ്രദ്ധിച്ചേ പറ്റൂ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള ഉത്തമ ബോധത്തിൽ മാത്രം കാര്യങ്ങൾ ചെയ്യുക. ചെറിയ പെറ്റി കേസ് വരാനും ജയിൽവാസത്തിനുള്ള ഇടയും കൂടി അതിൻ്റെ കൂടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുംഭക്കൂറുകാർ വളരെയധികം ശ്രദ്ധിച്ചേക്കണം. ഇനി മീനക്കൂറിലേക്ക് വന്നു കഴിഞ്ഞാൽ പൂരോട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി. അവർക്ക് ജന്മക്കൂറിൻ്റെ 12ലാണ് ഗ്രഹണം വരുന്നത്. നാശത്തിനും കാര്യങ്ങൾക്കും വലുതായ കാര്യതടസ്സങ്ങൾക്കും വലുതായിട്ടുള്ള വീഴ്ചകൾക്കും സ്ഥാനഭ്രംശത്തിനുള്ള ഇടയുണ്ട്. സ്ഥാനഭ്രംശം എന്ന് പറയുമ്പോൾ സ്ഥാനൽസ്വസ്തിയ ഭ്രംശമധപതനം, നിലവിലുള്ളതായ സ്ഥാനത്ത് നിന്ന്, അപ്പോൾ ഉത്തമ സ്ഥാനത്തൊക്കെ ഇരുന്ന് ഉയർന്ന സ്ഥാനത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരിത്തിരി സ്ഥാനചലനം ഉണ്ടാവാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട്. അവനവൻ്റെ മാനം പോകാതെ നോക്കിക്കൊള്ളണം, വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അശ്വതി മുതൽ രേവതി വരയ്ക്കുള്ള ആൾക്കാരുടെ നക്ഷത്രഫലങ്ങൾ ഈ ഗ്രഹണത്തെ സംബന്ധിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൽ പുണർദം, വിശാഖം, പൂരോട്ടാതിക്കാർ വ്യാധി, മരണദുഃഖം, ധനനഷ്ടം എന്നിവയിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. വ്യാധി, രോഗം, മരണദുഃഖം എന്ന് പറയുമ്പോൾ ബന്ധുജന വിയോഗങ്ങളെ കൊണ്ടുണ്ടാകുന്ന പുലകുളി പോലെയുള്ള കാര്യങ്ങൾ, ആ മരണദുഃഖത്തിൽ പങ്കെടുക്കേണ്ട സാഹചര്യങ്ങൾ, ധനനഷ്ടം, സാമ്പത്തിക നഷ്ടം ഉണ്ടാവുക പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനൊക്കെ ചെയ്യാം? നമ്മൾ മേൽപ്പറഞ്ഞ ദോഷനിവൃത്തിക്കായിട്ട് യഥാസമയം, അതായത് യഥാസമയം എന്ന് ഉദ്ദേശിച്ചത് ഗ്രഹണം തുടങ്ങുന്നതിന് മുൻപായിട്ട് കുളിച്ച് ഭസ്മധാരണമൊക്കെ നടത്തി ഗ്രഹണം കഴിയുന്നത് വരയ്ക്ക് എന്ത് വേണം? നമഃശിവായ മന്ത്രം ജപിക്കുക. നമഃശിവായ നമഃശിവായ എന്ന് ജപിച്ച് ഇരിക്കുക. ഈ ഗ്രഹണമോക്ഷത്തിന് ശേഷം, അതായത് പിറ്റത്തെ ദിവസമായാലും മതി. ഇപ്പോൾ ഗ്രഹണം കഴിയുമ്പോൾ അർദ്ധരാത്രിയാവും, 1:22 ഗ്രഹണം കഴിയുള്ളൂ. പിറ്റത്തെ ദിവസം എന്ത് വേണം? ഇതേപോലെ വെറ്റിലടയ്ക്കുക, ദക്ഷിണയ്ക്ക് വെച്ച് ഒരു പിടി കറുത്ത ഉഴുന്നും കറുത്ത പട്ടും വെച്ച് ഒരു വെള്ളിയുടെ സർപ്പപ്രതിമയും ഒക്കെ ചേർത്ത് 7 അണ്ടങ്ങളും കൂടി വെച്ച് എന്ത് ചെയ്യണം? ഉത്തമ ബ്രാഹ്മണന്മാർക്ക് ദാനം ചെയ്യുക. അല്ലാച്ചാൽ ശിവക്ഷേത്രത്തിൽ സമർപ്പിച്ചാലും മതി. അതാണ് ഇതിനുള്ള വഴിപാടായിട്ട് പറയണത്. വേറെ വഴിപാടുകളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ വ്യാധി ദുഃഖം, രോഗദുഃഖം എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് മൃത്യുഞ്ജയ ഹോമമൊക്കെ ചെയ്യാം. 7 ദിവസത്തിനുള്ള ഗ്രഹണം കഴിഞ്ഞ് 7 ദിവസത്തിനുള്ളതൊക്കെ ചെയ്യാം. ശാന്തി ഹോമം നടത്താം, ജപം ചെയ്യാം, പശുദ്ധാന കർമ്മങ്ങളും പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യാം. ഇതിനൊക്കെ ഫലമുണ്ട് കേട്ടോ. ഇത് വെറുതെ പറയണതല്ല, അതൊന്നും ഇതിനൊക്കെ ഫലങ്ങളുണ്ട്. അപ്പോൾ ഈ സമയത്ത് കഴിയണതും ഭക്ഷണം കഴിക്കലൊക്കെ ഒഴിവാക്കുക കേട്ടോ. കാരണം അന്തരീക്ഷത്തിലെ വിഷാണുക്കൾ വർദ്ധിക്കും എന്നൊരു സങ്കല്പമുണ്ട്. ഇതൊക്കെ നമ്മളുടെ സങ്കല്പമാണ്. അതൊക്കെ പാലിക്കുന്ന ആൾക്കാർക്ക് ഈ രോഗം, ദുരിതവും, ചൊറിയ ചരങ്ങ്, ഇപ്പം ഇന്ന് ചൊറിയും ചരങ്ങൊന്നുമില്ല. പക്ഷേ ഭക്ഷണത്തിൽ വിഷം കലരും എന്ന് നമ്മളറിയില്ല.
അത് നമ്മുടെ രക്തത്തിലൂടെയൊക്കെ സഞ്ചരിച്ച് നമ്മുടെ ബുദ്ധിക്കൊക്കെ നാശം വരുത്തും. പലതരത്തിലുള്ളതായ ദുഷിപ്പുകൾ നമ്മുടെ ശരീരത്തിൽ വന്നു ചേരും. ഇതൊക്കെ അന്നും ഇന്നുള്ള പരമാർത്ഥ സത്യങ്ങളാണ്. നമ്മുടെ പ്രകൃതിയൊക്കെ അതിനനുകൂലിക്കുന്നത് കാണാം, പക്ഷി മൃഗാദികളൊക്കെ അതിനനുകൂലിക്കുന്നത് കാണാം. മനുഷ്യന് മാത്രമാണ് അതൊക്കെ അന്ധവിശ്വാസം എന്നുള്ള നിലയ്ക്ക് കാണുന്നുള്ളൂ. മനുഷ്യന് ബുദ്ധിയില്ല എന്നുള്ളതാണ് സാരം. അതാണ്, വേറൊന്നുമല്ല. കുറച്ച് ധാർഷ്ട്യം അതൊക്കെ കൂടുമ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിശൂന്യത, അഹങ്കാരമൊക്കെ കൂടിയിട്ട് ബുദ്ധിശൂന്യതയിലേക്ക് ഇരിക്കും. അഹം എന്ന വികാരമാണ് അത്ര ആദ്യം ഉണ്ടായത്, അഹം, ഞാനെന്ന ബോധം. അപ്പോൾ നമ്മൾ ഉയരുന്തോറും നമ്മൾ തലകുനിക്കുക. ഈശ്വരൻ നമുക്ക് അപ്പോൾ അതിനുള്ള നല്ലൊരു വഴി കാണിച്ചു തരും. അതുതന്നെയാണ് കേട്ടോ. നമ്മുടെ സമൂഹത്തെ സ്നേഹിക്കാൻ പഠിക്കുക, സമൂഹ ജീവികളെ സ്നേഹിക്കാൻ പഠിക്കുക, നമ്മളെ ബന്ധുജനങ്ങളെയും ആരെയും മുഷിപ്പിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ജീവിച്ചു നോക്കി നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച തന്നെ ഉണ്ടാവും. നമ്മൾ എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവണോ അത്ര കണ്ട് നമ്മൾ സമൂഹത്തെയും സഹജീവികളെയും സ്നേഹിക്കും, ബഹുമാനിക്കും വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരാചാര്യം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു തരാനുള്ള കാര്യങ്ങളാണത്. അപ്പോൾ ഒരു വേദി കിട്ടുമ്പോൾ ഇതൊക്കെ പറയണമല്ലോ. അപ്പോൾ ഈ പറയണ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി ചെയ്താൽ ഈ ഗ്രഹണം ദോഷം പറഞ്ഞിട്ടുള്ള ആൾക്കാർക്കും ദോഷം ഉണ്ടാവില്ല, തീർച്ചയായിട്ടും ഉണ്ടാവില്ല. ഈ പറഞ്ഞതെല്ലാം ഉത്തമ ഭക്തിയോടെ വിശ്വാസത്തോടെ ചെയ്തോളൂ, ഒരു ദോഷവും നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കേട്ടുമുട്ടാം. ആസ്ട്രോമീഡിയ എന്നും കൃത്യമായിട്ടുള്ള ജ്യോതിഷത്തിൻ്റെ പ്രചാരണത്തിന് എന്നും മുൻപന്തിയിലുണ്ടാവും. നിങ്ങളുടെ സഹകരണം തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കേട്ടുമുട്ടാം. അതുവരെയായിരിക്കും. നന്ദി, നമസ്കാരം, ശുഭദിനം.